എന്തുപോലെ? ഇൻ എ ഗുഡ് വേ ഓർ ബാഡ് വേ? ആദ്യ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ജാനിയുടെ മുഖം അവന് നേരെയാക്കി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ആ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ പിടച്ചു. ഗുഡ് വേ? ജാനി ഒരു മായിക ലോകത്തെന്ന പോൽ മൊഴിഞ്ഞു. അവളുടെ മറുപടിയിൽ ആദിയിലൊരു മന്ദസ്മിതം നിറഞ്ഞു വന്നു. അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്ന് തെന്നിമാറി ജാനിയുടെ മുഖമാകെ ഓടി നടന്നു. അവസാനം അവ ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയ സംതൃപ്തിയോടെ അവളുടെ ചൊടികളിൽ വിശ്രമം കൊണ്ടു. നല്ല വിടർന്ന അധരങ്ങളാണവൾക്ക്. ആ ചുണ്ടുകൾ നല്ല ചുവന്നു തുടുത്ത തക്കാളിപ്പഴം പോലെ തോന്നിയവന്. ആദിയുടെ നോട്ടം എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായതും ജാനിയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവൾ മുഖം തിരിക്കാൻ നോക്കിയിട്ടും ആദി അതിന് സമ്മതിച്ചില്ല. അവൻ ജാനിയുടെ ചുണ്ടിലൂടെ പതിയെ വിരലുകൾ ഓടിച്ചു. ക്യാൻ ഐ കിസ് യു ജാനി? അവൻ അവളുടെ സമ്മതത്തിനെന്നോണം ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദത്തേട്ട? അവൻ്റെ അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ നേർമയായി ഒന്ന് മൂളി. ആദിയുടെ കണ്ണുകളിൽ അവൾ ഇതുവരെ കണ്ടിരുന്ന വാത്സല്യഭാവത്തേക്കാൾ മറ്റെന്തോ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ജാനി ഒന്ന് ഉമിനീറിറക്കിപ്പോയി. ആദ്യമെല്ലെ കുനിഞ്ഞ് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ അധരങ്ങൾ അടുപ്പിച്ചു. അവ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ചേർന്ന് നിന്നു. ഐ നീഡ് യുവർ പെർമിഷൻ ജാനി. ജാനി പോലും അറിയാതെ അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നു. അത്രമാത്രം മതിയായിരുന്നു അവൻ അതുവരെ അടക്കിവെച്ച വികാരങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ. ആദി അവളുടെ ചെഞ്ചുണ്ടിലേക്ക് അവൻ്റെ അധരങ്ങളെ ചേർത്തു വെച്ചു. അവയുടെ മൃദുത്വം അറിഞ്ഞെന്നപ്പോൾ ആദി അനങ്ങാതെ തന്നെ കുറച്ചു നേരം ഇരുന്നു പോയി. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ജാനി അവളുടെ കൈവിരലുകൾ അവൻ്റെ കൈത്തുടയിൽ അമർത്തി. പിന്നെ അവൻ അത്രയും നേർമയായി അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. ആദി അവളിൽ നിന്നും അകന്നു മാറി നേരെ ഇരുന്നിട്ടും ജാനി അപ്പോഴും ഏതോ സ്വപ്നലോകത്തെന്ന പോലെ അവൻ്റെ മടിയിൽ ഒരു ശില കണക്കെ ഇരിക്കുകയാണ്. അവൾ ഇപ്പോൾ സംഭവിച്ചതിൻ്റെ ഷോക്കിലാണെന്ന് അവന് മനസ്സിലായി. ആദി കൈ ഉയർത്തി മെല്ലെ അവളുടെ തലയിലൂടെ തലോടി. ജാനി. അവളുടെ കണ്ണുകൾ ഒരു പിടപ്പോടെ അവനെ നോക്കി. അവളിൽ വിരിഞ്ഞ നാണത്തെ വരുതിയിലാക്കാൻ ജാനി ആദിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവനൊരു ചിരിയാലെ ഇരു കൈകളാലും അവളെ പൊതിഞ്ഞു പിടിച്ചു. നാണം വരുന്നുണ്ടോ എൻ്റെ പെണ്ണിന്? ദത്തേട്ടാ? ജാനി ഒന്ന് ചിണുങ്ങി. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാടി, ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറയാതെ പിന്നെയും അവനിലേക്ക് പതുങ്ങി. ജാനി, ലുക്ക് അറ്റ് മീ. ഒന്ന് നോക്കു കുഞ്ഞെ, നിന്റെ ദത്തേട്ടനല്ലേ? ആദി അവളുടെ തല പിടിച്ചുയർത്താൻ ശ്രമിച്ചു. പക്ഷെ ജാനി അവനെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൻ അവസാന ശ്രമം എന്നോണം അവളെ ഇക്കിളിയെടുക്കാൻ തുടങ്ങി. ജാനി ഒരു പൊട്ടിച്ചിരിയോടെ ആദിയുടെ കൈകളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. ദത്തേട്ടാ, വേണ്ട, വിട്. ജാനി അവൻ്റെ കൈകളെ തടയാൻ ശ്രമിച്ചു. ഇല്ലല്ലോ, നീ എന്നെ നോക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ആദി അവളെ ഇക്കിളിയെടുക്കുന്നത് തുടർന്നു. ചിരിച്ച് ചിരിച്ച് ജാനിയുടെ കണ്ണെല്ലാം നിറഞ്ഞു വന്നു. ഞാൻ നോക്കാം, എന്നെ വിട്, എനിക്ക് ശ്വാസം മുട്ടുന്നു. ജാനി അവനോട് കെഞ്ചിയതും ആദി പൊടുന്നനെ അവൻ ചെയ്യുന്ന പ്രവൃത്തി നിർത്തി. അവൾ വേഗം അവൻ്റെ മടിയിൽ നേരെയിരുന്ന് നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. ഞാൻ പറഞ്ഞത് നേരത്തെ അനുസരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുമായിരുന്നു. ആദി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ജാനിയെ കളിയാക്കി. ജാനിയെ നോക്കിയായതും അവൾ മെല്ലെ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി നന്നായൊന്ന് ചിരിച്ചു കാട്ടി. ദത്തേട്ടാ? ജാനി അതേ ചിരിയോടെ അവനെ വിളിച്ചു. ആ കൈയൊന്ന് തരുമോ? അവൾ ആദ്യം നിഷ്കളങ്കമായി നോക്കിക്കൊണ്ട് അവൻ്റെ വലതു കൈ ചൂണ്ടിക്കാണിച്ചു. എന്തിനാ? അവൻ സംശയത്താൽ പുരികം ചൊളിച്ചു. അതൊക്കെയുണ്ട്, ആദ്യം ആ കൈ ഇങ്ങത്താ. അവളൊന്ന് ചിണുങ്ങിയതും അവൻ മടിച്ച് ജാനിക്ക് നേരെ അവൻ്റെ കൈ നീട്ടി. ഇനി ആ കണ്ണ് രണ്ടും അടച്ചേ. ജാനിയെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ആദി മിഴികൾ പൂട്ടി. ഞാൻ പറയാതെ തുറക്കല്ലേ. ആദി പറഞ്ഞു നിർത്തിയതും ജാനി അവൻ്റെ കൈപ്പത്തിയിൽ അമർത്തി കടിച്ചു. തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നതിനാൽ ആദി ഇരുന്നിടത്തു നിന്നൊന്ന് തുള്ളിപ്പോയി. വേദനയാൽ അവൻ്റെ മുഖം ചുളിഞ്ഞു. ഡി കുരുട്ടെ, കൈവിട്. അവൻ ജാനിയെ പിടിക്കാനാഞ്ഞതും അവൾ അവൻ്റെ കൈവിട്ട് അകത്തേക്ക് ഓടി. ആദി വേഗം അവൻ്റെ കൈയിലേക്കൊന്ന് നോക്കി. കടിച്ച ഭാഗം മൊത്തം ചുവന്നു കിടക്കുന്നു. അവളുടെ പല്ലിൻ്റെ പാട് തെളിഞ്ഞു കാണാം.
ആദി ജാനിയെ പിടിക്കാനായി അവളുടെ പുറകെ ഓടി. റൂമിലെത്തിയതും ജാനിയെ അവിടെയെങ്ങും കണ്ടില്ല. ബാത്റൂമിന്റെ ഡോർ അടഞ്ഞു കിടക്കുന്നത് കണ്ടതും അവൾ അവിടെയുണ്ടെന്ന് അവൻ ഊഹിച്ചു. ജാനി ബാത്റൂമിന്റെ കതകിലേക്ക് ചാരി നിന്ന് ശ്വാസം ആഞ്ഞു വലിക്കുകയാണ്. അവരെന്തായാലും അവളെ തപ്പി വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ബാത്റൂമിൽ കയറി ഒളിച്ചത്. ഛേ, ദത്തേട്ടൻ എന്തു വിചാരിച്ചു കാണും? അപ്പോഴത്തെ പൊട്ട ബുദ്ധിക്ക് ഓരോന്ന് തോന്നിയതാ. എന്നാലും നീ എന്ത് ധൈര്യത്തിലാ ജാനി പിടിച്ച് കടിച്ചേ? ദേഷ്യമായി കാണുമോ? ഇനി എന്നെങ്ങാനും പിടിച്ച് കടിച്ചാലോ? വേണ്ടായിരുന്നു. എന്തായാലും കുറച്ചു നേരം കൂടി കഴിഞ്ഞിറങ്ങിയാൽ മതി. അപ്പോഴേക്കും ദത്തേട്ടൻ ഉറങ്ങുമായിരിക്കും. അവൾ പിന്നെയും ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. നോക്കുമ്പോൾ റൂമിൽ ലൈറ്റൊന്നും തെളിഞ്ഞു കാണുന്നില്ല. ആകെ സീറോ ബൾബിന്റെ നേരിയ വെട്ടം മാത്രമേയുള്ളൂ. ജാനി ശബ്ദമുണ്ടാക്കാതെ ഡോർ അടച്ചു. അവൾ പമ്മി പമ്മി കട്ടിലിന്റെ അരികിലേക്ക് നടക്കാനായി തുടങ്ങിയതും ജാനി വായുവിൽ ഉയർന്നു പൊങ്ങി. അവൾ അറിയാതൊന്ന് അലറിപ്പോയി. വേർ ആർ യു ഗോയിങ്? അവന്റെ ഗൗരവമേറിയ ശബ്ദം കേട്ടതും ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ദത്തേട്ടാ, അവൾ പതർച്ചയോടെ വിളിച്ചു. അവൻ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. അതെ, ദത്തേട്ടൻ തന്നെയാ. അതിലെന്തെങ്കിലും സംശയമുണ്ടോ നിനക്ക്? ആദ്യം അവളെയും എടുത്തുകൊണ്ട് കട്ടിലിനരികിലേക്ക് നടന്നു. ജാനിയെ കട്ടിലിലേക്ക് ഇരുത്തി അവൻ അവൾക്കിരുവശവും കൈകൾ ഊന്നി നിന്നു. നീ എന്തിനാ എന്നെ കടിച്ചത്? അത് ഞാൻ അറിയാതെ കടിച്ചു പോയതാ. അറിയാതെയോ? പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമായിട്ടും ദത്തേട്ട അറിയാതെയാ. ജാനി മുഖത്ത് ദയനീയത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. അതെന്തെങ്കിലും ആകട്ടെ, എനിക്ക് പകരത്തിന് പകരം കൊടുത്താണ് ശീലം. അത് കേട്ടതും ജാനി ഒന്ന് ഞെട്ടി. ദൈവമേ, ദത്തേട്ടൻ എന്നെ കടിക്കാൻ പോകുവാണോ? വേണ്ട, എനിക്കതൊന്നും ബാക്കി വെച്ച് ശീലമില്ല ജാനി. അവൻ മുന്നോട്ടേക്ക് ആഞ്ഞു ചെന്നതും ജാനി പിന്നിലേക്ക് വളഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൾ ആ കട്ടിലിൽ കിടന്നുപോയി. ആദി അവളുടെ മുകളിൽ ദേഹത്തേക്ക് അമരാത്ത രീതിയിൽ കൈമുട്ടിൽ ഊന്നി നിന്നു. കടിക്കട്ടെ? അവൾ വേണ്ട എന്ന രീതിയിൽ തല ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചു. ഞാൻ കടിക്കും. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമം നടത്തിയതും ആദി ഇരു കൈകളാലും അവളെ ലോക്ക് ചെയ്തു പിടിച്ചു. എങ്ങോട്ടേക്കാ ഓടുന്നേ? എൻ്റെ കയ്യിൽ നിന്നോട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? ഇനിയും രക്ഷയില്ല എന്ന് മനസ്സിലായതും ജാനി കണ്ണുകൾ ഇറുകെ പൂട്ടി അനങ്ങാതെ കിടന്നു. കുറച്ചു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നതിനു ശേഷം ആദി മെല്ലെ കുനിഞ്ഞു ചെന്ന് അവളുടെ ചെവിത്തുമ്പിലായൊന്ന് കടിച്ചു. ആ ചെറുനോവിൽ ജാനി ഒന്ന് ഏങ്ങി എരിവ് വലിച്ചു. ശരീരത്തിൽ ആകമാനം ഒരു വിറയൽ കടന്നുപോയി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. എന്നിട്ടും ജാനി കണ്ണു തുറക്കാൻ കൂട്ടാക്കിയില്ല. ആദി മെല്ലെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി. ജാനി വേഗം കണ്ണുകൾ വലിച്ചു തുറന്നു. രണ്ടുപേരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തതും ആദി അവളെ ഇരു കണ്ണും ചിമ്മി കാണിച്ചു. ഇപ്പൊ ടാലിയായി. അവൻ ജാനിയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവളുടെ മേലെ നിന്നും മാറിക്കൊടുത്തു. ജാനി ചാടിപ്പിടഞ്ഞെഴുന്നേറ്റിരുന്നു. എന്തേ, വെള്ളം വേണോ? അവൾ വേണമെന്ന് പറഞ്ഞതും ആദി സൈഡ് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി അവൾക്ക് കൊണ്ടുകൊടുത്തു. ജാനി വ്യഗ്രതയോടെ അത് മൊത്തം കുടിച്ചു തീർത്തു. ആദി അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് തിരികെ വാങ്ങി ടേബിളിൽ തന്നെ വെച്ചു. ഇനി ഇങ്ങനത്തെ കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ ഇത് മനസ്സിലുണ്ടാവണം കേട്ടോ. ആദിയുടെ സംസാരത്തിൽ കുറുമ്പ് നിറഞ്ഞു. ജാനി അവനെ നോക്കിയില്ല, കിടന്നു. ആദി പറഞ്ഞു തീരേണ്ട താമസം. അവൾ വേഗം കട്ടിലിലേക്ക് കിടന്ന് തലവഴി പുതപ്പിട്ട് മൂടി. അവനൊരു ചിരിയോടെ അവൾക്കരികിലേക്ക് കിടന്ന് ജാനി ഒരു കൈയാൽ ചേർത്തു പിടിച്ചു.